സോ കീം 2024 സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ കോളേജിൽ പോകണോ? സോ കുറേ ഡൗട്ട് ഉണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ച്. സോ കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ വീഡിയോ പറയാം. സോ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങളെല്ലാവരും ഫീസ് അടച്ചിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കേസ് വരും. ഞാൻ ഇവിടെ എസ് കൊടുക്കുകയാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കേസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോലെയല്ല, നിങ്ങൾ കോളേജിൽ ഫിസിക്കലി പോകണം. കോളേജിൽ നിങ്ങൾ എന്തായാലും പോകണം. കോളേജിൽ നിങ്ങൾ പോവും വേണം. അതേപോലെ തന്നെ അവിടുത്തെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കീമിൽ അപ്ലോഡ് ചെയ്തു, അതായത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കീമിൻ്റെ സ്കോർ ഷീറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ആ കാര്യങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കീം അപ്ലിക്കേഷൻ സമയത്ത് റിസർവേഷനൊക്കെ കൊടുത്തോ, ഇൻകം സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതൊക്കെ ആയിട്ട് നിങ്ങൾ കോളേജിൽ നേരിട്ട് പോയിട്ട് അവിടുന്ന് വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കോളേജിൽ പോകണം. അത് 100% ഉറപ്പ്. ഇതാണ് നിങ്ങളുടെ മെയിൻ ഡൗട്ട്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, നിങ്ങൾക്കൊരു കോളേജ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കിട്ടിയ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ കിട്ടിയ, ചിലവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ തന്നെ മതി. ഇപ്പോൾ ചിലവരുടെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അവർക്ക് 4ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഹയർ ഓപ്ഷൻസ് ഉണ്ട് 3, 2, 1. അപ്പോൾ അവർക്ക് ഹയർ ഓപ്ഷൻസിലോട്ട് പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു കൺഫേം ബട്ടൺ നിൽക്കണമെന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. സോ അത് വളരെയധികം ഞാൻ വ്യക്തമാക്കി തരാം. സോ അതിൻ്റെ ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗേറ്റ് ബാച്ചിലാണ്. നിങ്ങൾ ഇനി ബിടെക് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഗേറ്റിനെ കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗേറ്റിൻ്റെ ഒരു കുറച്ച് ബാച്ചുകളൊന്ന് പരിചയപ്പെടുത്തരാം. സോ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഭാഗമായിട്ട് 75% ഓഫാണ് ESE ആൻഡ് ഗേറ്റ് ബാച്ചസ് ആൻഡ് ടെസ്റ്റ് സീരീസിൽ ഫിസിക്സ് വാല പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ RRB JE ക്രാഷ് കോഴ്സ് ഉണ്ട്, ശ്രേഷ്ഠ ESE പ്ലസ് ഗേറ്റ് 2027 ബാച്ച്, അതേപോലെ തന്നെ ശ്രേഷ്ഠ ബാച്ച്, കുറേ ബാച്ചുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫീസും കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്ക് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആപ്പ് ആക്സസ് ചെയ്തിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ബാച്ചുകളിലൊക്കെ കോർ ഫീച്ചേഴ്സാണ്. സോ ജസ്റ്റ് കൃത്യമായി നോക്കുക. ലെക്ചർ പ്ലാനർ ഉണ്ടാവും, ടെസ്റ്റ് പ്ലാനർ ഉണ്ടാവും. ക്ലാസ്സസ് വിൽ ബി കണ്ടക്റ്റഡ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ. MCQs, MSQs, NATS, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടും. ലൈവ് ലെക്ചേഴ്സ്, ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അങ്ങനെ കുറേ കാര്യമാണ്. അതുപോലെ ഫിസിക്സ് വരെ ഗേറ്റിൻ്റെ ബുക്കാണ്. സോ കൃത്യമായി നോക്കുക. അതിൻ്റെയും കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള VG500 അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് 500 rupees ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. സോ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും വെച്ചിട്ട് ഒന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എന്തായാലും കോളേജിൽ ഫിസിക്കലി പോകണം, കൃത്യമായിട്ട് പോകണം. നിങ്ങളുടെ പാരൻസും കൂടെ വേണം. അത് പറയാൻ പറഞ്ഞത്, പാരൻസ് പലരും ചോദിക്കണം ഒറ്റയ്ക്ക് പോയാൽ മതി. നിങ്ങൾ എന്തായാലും ഒരു പാരൻറ്റിനെ കൂട്ടണം, അല്ലെങ്കിൽ ഒരാൾ കൂടെ എന്തായാലും വേണം. എസ്പെഷ്യലി ഫാദർ ഓർ മദർ ഉണ്ടാകുന്ന ഏറ്റവും ബെറ്ററാണ്. അത് നല്ലൊരു ഹെൽപ്പായിരിക്കും നിങ്ങൾ. ഓക്കെ, അത് ചെയ്യുക. പിന്നെ ഫിസിക്കലി, പിന്നെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും പോകണം. പിന്നെ കൺഫേം ബട്ടൺ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജ് കിട്ടി, ഒരു 4th ഓപ്ഷൻ, ആ കൺഫേം ബട്ടൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ്. എന്നാൽ നിങ്ങൾ പലരും ചോദിക്കുന്നത് പറയുന്നത് 4th ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് 3rd, 2, 3, 2, 1 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനിലോട്ട് പരിഗണിക്കപ്പെടണമെന്നുണ്ട്. ഇത് മതിയെങ്കിൽ നിങ്ങൾ കൺഫേം നെക്കണ്ട. ഇനി നിങ്ങൾക്ക് 3, 2, 1 പോകണം എന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് പ്രോസസ്, അതിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ ഈ കൺഫേം ബട്ടൺ നെക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ കൺഫേം ബട്ടൺ നെക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കി ഞാൻ വിചാരിക്കണം. കൺഫേം ബട്ടൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ മതിയെങ്കിൽ നിങ്ങൾ നെക്കണ്ട. ഇനി ഹയർ ഓപ്ഷൻസ് പരിഗണിക്കപ്പെടണം. അപ്പോൾ പലർക്കും ഒരു ഡൗട്ടുണ്ട്, കൺഫേം ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടുന്നു. അങ്ങനെയല്ല, ഹയർ ഓപ്ഷനിലേക്ക് പരിഗണിക്കപ്പെടും. നിങ്ങളുടെ റാങ്ക് അനുസരിച്ചേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലോട്ട് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം കൺഫേം ബട്ടൺ നെക്കുക, അല്ലെങ്കിൽ കിട്ടിയ ഓപ്ഷൻ വെച്ച് സാറ്റിസ്ഫൈ ആവും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ കൺഫേം ബട്ടൺ നെക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാൻ പറ്റും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഉണ്ടാവില്ല. അതിനുശേഷം പെട്ടെന്ന് മൈൻഡ് മാറി 3rd അലോട്ട്മെൻറ്റിലോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേറെ 3rd അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാൻ പറ്റില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാൻ പറ്റില്ല. സോ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കൺഫേം ബട്ടൺ നെക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരിക്കലും പങ്കെടുക്കാൻ പറ്റില്ല, 3rd പറ്റില്ല. അത് വളരെ ശ്രദ്ധിക്കണം. പലർക്കും ഒരു ഡൗട്ടുണ്ട്, സെക്കൻഡിൽ പറ്റില്ല, ചിലപ്പോൾ 3rd പോകും. അങ്ങനെ ഒന്നും പറ്റില്ല. നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ ഒരു ചെയിൻ പോലെയാണ്. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, കൺഫേം ബട്ടൺ കൊടുത്താൽ നിങ്ങൾ സെക്കൻഡിലോട്ട് പോകും. സെക്കൻഡിൽ ഒരു കൺഫേം ബട്ടൺ വരും, അത് 3rd പോകും. ഇനി നിങ്ങൾ ഫസ്റ്റ് കിട്ടി, നിങ്ങളിവിടെ കൺഫേം ബട്ടൺ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ അലോട്ട്മെൻറ്റ് നിങ്ങൾ ഔട്ടാവും. നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ കോളേജിൻ്റെ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ കോളേജ് നിങ്ങൾക്ക് കിട്ടും. അത്ര തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മോപ്പബും സ്പോട്ടുമാണ്. അതിൽ നിങ്ങൾക്ക് വേണം പങ്കെടുക്കാൻ പറ്റും. മോപ്പബിൽ പുതിയ രജിസ്ട്രേഷൻ വരും, പുതിയ ഓപ്ഷൻസ് കൊടുക്കാൻ അവസരം വരും. അതേപോലെ സ്പോട്ടിൽ നേരിട്ട് കോളേജിൽ പോയിട്ട് ഓപ്ഷൻ എഴുതി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ആ 2 അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ വളരെയധികം വ്യക്തമായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. പലരും വിചാരിക്കുന്ന ഡൗട്ടുകൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്പായി തോന്നുന്നത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. സോ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ്
Be with the channel. It's for you, not for me.